മാസം വെറും 30,000 രൂപ ശമ്പളം. ഇത് വെച്ചൊരു സാധാരണക്കാരന് കോടീശ്വരനായി റിട്ടയർ ചെയ്യാൻ പറ്റുമോ? കേൾക്കുമ്പോൾ ഒരു സിനിമ കഥ പോലെയൊക്കെ തോന്നാം, അല്ലേ? പക്ഷേ കൃത്യമായി പ്ലാൻ ചെയ്താൽ ഈ സ്വപ്നം സത്യമാകും. അത് വെറും വാക്കല്ല, കണക്കുകൾ വെച്ച് തന്നെ നമുക്ക് നോക്കാം. എങ്ങനെയാണെന്നല്ലേ? വരൂ. ഓക്കെ, നമുക്കീ ചോദ്യം ഒന്നുകൂടി സിമ്പിളാക്കാം. ഒന്നാലോചിച്ചു നോക്കൂ. നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കൂട്ടുകാരന് മാസം കയ്യിൽ കിട്ടുന്നത് 30,000 രൂപ. എല്ലാ ചെലവും കഴിഞ്ഞ് 1 കോടി രൂപയെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ? 1 കോടി രൂപ. അപ്പൊ പിന്നെ 5 കോടിയോ? അത് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടോ? ഇതിന്റെ ഉത്തരം ദേ സ്ക്രീനിലുണ്ട്. 5,37,00,000 രൂപ. അതെ, നിങ്ങൾ കേട്ടത് കറക്റ്റാണ്. ഇത് സാധ്യമാണ്. പക്ഷെ ഒരു മിനിറ്റ്, ഇതൊരു ലോട്ടറി അടിച്ച കഥയല്ല കേട്ടോ. അല്ലെങ്കിൽ ഓൺലൈൻ ട്രേഡിംഗ് നടത്തി ഒറ്റ രാത്രി കൊണ്ട് കോടീശ്വരനായ ഒരാളുടെ കഥയുമല്ല. ഇത് കൃത്യമായ പ്ലാനിങ്ങിലൂടെ നമ്മളെപ്പോലെ ഒരു സാധാരണക്കാരൻ സ്വന്തമാക്കാൻ പോകുന്ന ഭാവിയുടെ കണക്കാണ്. ഇതെങ്ങനെ സാധ്യമാകും? അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോ ഈ 5.25 കോടിയിലേക്കുള്ള വഴി എന്താണെന്ന് നോക്കാം. നമ്മൾ ആദ്യം അരിന്ദത്തിന്റെ സ്വപ്നത്തെക്കുറിച്ചും അയാളുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും സംസാരിക്കും. പിന്നെ അയാളുടെ മാസ്റ്റർ പ്ലാൻ എന്തായിരുന്നു എന്ന് നോക്കും. എങ്ങനെയാണ് ചെറിയ തുകകൾ കോടികളായി മാറുന്നതെന്നും കേരളത്തിൽ നമുക്കിത് എങ്ങനെ പ്രാവർത്തികമാക്കാമെന്നും ചർച്ച ചെയ്യും. അവസാനം നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ഒരു ചോദ്യത്തോടെ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോ നമുക്ക് നമ്മുടെ കഥാനായകനെ പരിചയപ്പെടാം. പേര് അരിന്ദം. ഇദ്ദേഹം ഒരു ഫിനാൻഷ്യൽ എക്സ്പേർട്ടോ വലിയ ബിസിനസ്സുകാരനോ ഒന്നുമല്ല. സത്യം പറഞ്ഞാൽ നിങ്ങളെയും എന്നെയും പോലൊരു സാധാരണക്കാരൻ. നമ്മുടെയൊക്കെ അതേ സ്വപ്നങ്ങളും ടെൻഷനുകളുമുള്ള ഒരാൾ. അപ്പോ ആരാണ് ഈ അരിന്ദം? നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വയസ്സ് 33. താമസിക്കുന്നത് വെസ്റ്റ് ബംഗാളിലെ കല്യാണി എന്ന ചെറിയൊരു ടൗണിലാണ്. ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലില് ഒരു കോൺട്രാക്ട് മെഡിക്കൽ ടെക്നോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. വീട്ടിൽ പ്രായമായ അമ്മയുണ്ട്, ഭാര്യയുണ്ട്, പിന്നെ ഒരു 2.5 വയസ്സുള്ള മോളും. ഇതൊക്കെ കഴിഞ്ഞ് മാസാവസാനം കയ്യിൽ കിട്ടുന്ന സാലറി എത്രയാണെന്നറിയോ? കൃത്യം 30,000 രൂപ. ഈ 30,000 രൂപ വെച്ചൊരു 4 അംഗ കുടുംബം എങ്ങനെ മുന്നോട്ടു പോകും? പൈസയൊക്കെ എങ്ങോട്ടാ പോകുന്നത്? സത്യം പറഞ്ഞാൽ കേരളത്തിലുള്ള ഓരോ മിഡിൽ ക്ലാസ് കുടുംബവും നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യമാണിത്. അരിന്ദത്തിന്റെ മാസച്ചെലവുകളൊന്നു നോക്കിയേ. വീട്ടുവാടക 7,000 രൂപ, പലചരക്ക്, കറണ്ട് ബില്ല്, ഗ്യാസ്, കുട്ടിയുടെ കാര്യങ്ങൾ, ഫോൺ റീചാർജ്, ഇതിനെല്ലാമായി ഒരു 8,500 രൂപ. പിന്നെ യാത്രയ്ക്കും മറ്റു ചെറിയ ആവശ്യങ്ങൾക്കുമായി 5,000. അപ്പോൾ ടോട്ടൽ ചെലവ് എത്രയായി? 20,500 രൂപ. ശമ്പളത്തിൽ നിന്ന് ഇത് കുറച്ചാൽ ബാക്കിയുള്ളത് വെറും 9,500 രൂപ. ഒന്ന് ആലോചിച്ചു നോക്കിയേ. കൊച്ചിയിലോ തൃശ്ശൂരോ ആണെങ്കിൽ ഈ 7,000 രൂപയ്ക്കൊരു വീട് കിട്ടുമോ? വാടകയ്ക്ക് തന്നെ ഇതിലും കൂടുതൽ കൊടുക്കേണ്ടി വരും. ഒരു ഹോട്ടലിൽ കയറി 4 പേര് ഒരു ചായ കുടിച്ചാൽ തന്നെ ബില്ല് എത്രയാകുമെന്ന് നമുക്കറിയാം. അപ്പൊ പിന്നെ ഈ പൈസ വെച്ച് എങ്ങനെ ജീവിക്കാനാ? പക്ഷേ വെല്ലുവിളി ഇവിടെ തീരുന്നില്ല. അടുത്ത പ്രശ്നം വരാനിരിക്കുന്നതേയുള്ളൂ. സ്വന്തമായ ഒരു വീട്. ആ സ്വപ്നത്തിനു വേണ്ടി ഒരു ഹോം ലോൺ എടുക്കാൻ പ്ലാൻ ചെയ്യാണ് അരിന്ദം. അപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കൂ, ഈ ചെറിയ ബഡ്ജറ്റിൽ നിന്ന് കൂടിക്കൊണ്ടിരിക്കുന്ന ചിലവുകൾക്കിടയിൽ എങ്ങനെ ഭാവിക്ക് വേണ്ടി സേവ് ചെയ്യും? ശരിക്കും ഇവിടെയാണ് നമ്മളിൽ പലരും എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നുപോകുന്നത്, അല്ലേ? പക്ഷേ അരിന്ദം അവിടെ വഴിമുട്ടി നിന്നില്ല. ഇവിടെയാണ് അദ്ദേഹത്തിന്റെ മാസ്റ്റർ പ്ലാൻ വരുന്നത്. ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കുള്ള വളരെ സിമ്പിളായ ഒരു സ്ട്രാറ്റജി. ഇത് മനസ്സിലാക്കാൻ വലിയ സാമ്പത്തിക ശാസ്ത്രമൊന്നും പഠിക്കേണ്ട. വേണ്ടത് കുറച്ച് ഡിസിപ്ലിനും പിന്നെ ദീർഘവീക്ഷണവും മാത്രം. അപ്പോ ഈ പ്ലാനിന് 3 പ്രധാന ഭാഗങ്ങളുണ്ട്. നമ്മളൊരു വീട് വെക്കുമ്പോൾ അതിന് നല്ലൊരു അടിത്തറയും ചുമരും മേൽക്കൂരയും വേണമല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങും. അതിനും വേണം ശക്തമായ 3 തൂണുകൾ. 1 സുരക്ഷ, നമ്മുടെ കുടുംബത്തിനെ ആദ്യം പ്രൊട്ടക്റ്റ് ചെയ്യുക. 2 സ്വന്തം വീട്, നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നം പ്ലാൻ ചെയ്യുക. 3 സമ്പത്ത്, അതായത് ഭാവിക്ക് വേണ്ടി പണമുണ്ടാക്കുക. ഈ 3 തൂണുകളിലാണ് അരിന്ദം തന്റെ ഫ്യൂച്ചർ കെട്ടിപ്പൊക്കിയത്. അപ്പോ ആദ്യത്തെ തൂൺ സുരക്ഷ. ഒന്ന് ചിന്തിച്ചു നോക്കൂ, പെട്ടെന്നൊരു അസുഖം വന്നാൽ നമ്മുടെ കയ്യിലുള്ള സേവിങ്സ് മുഴുവൻ തീർന്നുപോകില്ലേ? അത് വരാതിരിക്കാൻ അരിന്ദം എന്തു ചെയ്തു? തനിക്കും കുടുംബത്തിനും വേണ്ടി നല്ല ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു. അമ്മയ്ക്ക് വേറെയും ഒരു ഹെൽത്ത് കവറേജ് ഉണ്ട്. ഇനി ഇതിനെല്ലാത്തിനും മുകളിൽ തനിക്ക് അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിച്ചാൽ കുടുംബം പെട്ടുപോകാതിരിക്കാൻ 75 ലക്ഷം രൂപയുടെ ഒരു ടേം ലൈഫ് ഇൻഷുറൻസും എടുത്തു. സിമ്പിളായി പറഞ്ഞാൽ വീടിന്റെ എഴുത്തറ സ്ട്രോങ് ആക്കി ഇനി എന്ത് വന്നാലും കുടുംബം വഴിയിലാകില്ല. ഇനി രണ്ടാമത്തെ തൂൺ, ഏതൊരു മലയാളിയുടെയും ഏറ്റവും വലിയ സ്വപ്നം, സ്വന്തമായി ഒരു വീട്. അരിന്ദത്തിന്റെ ലക്ഷ്യം 25 ലക്ഷം രൂപയുടെ ഒരു വീടാണ്.
അതിനുവേണ്ടി പുള്ളി പണം സ്വരൂപിക്കുന്നുണ്ട്. ഒപ്പം തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു 13 ലക്ഷം രൂപയുടെ ലോൺ എടുക്കാനും കൃത്യമായി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് പോയിന്റ്. താങ്ങാൻ പറ്റാത്ത ലോൺ എടുത്ത് കടത്തിൽ മുങ്ങുന്നതിനു പകരം വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് അദ്ദേഹം മുന്നോട്ടു പോകുന്നത്. ഇനി വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ തൂണ്, സമ്പത്ത്. കയ്യിൽ മിച്ചം വരുന്ന പൈസയിൽ നിന്ന് എല്ലാ മാസവും 6000 രൂപ അരിന്തം മ്യൂച്വൽ ഫണ്ടുകളിൽ SIP ആയിട്ട് നിക്ഷേപിക്കുന്നുണ്ട്. ഈ കണക്കുകളൊന്ന് നോക്കിയേ. 3000 രൂപ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനികളിൽ നിക്ഷേപിക്കുന്ന ലാർജ് ക്യാപ് ഫണ്ടിൽ, 2000 രൂപ വളർന്നുകൊണ്ടിരിക്കുന്ന കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫ്ലെക്സി അല്ലെങ്കിൽ മിഡ് ക്യാപ് ഫണ്ടിൽ, ബാക്കി 1000 രൂപ അതിവേഗം വളരാൻ സാധ്യതയുള്ള ചെറിയ കമ്പനികളിൽ, അതായത് സ്മോൾ ക്യാപ് ഫണ്ടിൽ. ഓരോന്നിനും കിട്ടാൻ സാധ്യതയുള്ള റിട്ടേൺ വ്യത്യാസമുണ്ട്. ഇതാണ് കോടികളിലേക്കുള്ള യാത്രയുടെ യഥാർത്ഥ എഞ്ചിൻ. പക്ഷേ അരിന്തത്തിന്റെ കയ്യിൽ ഒരു സീക്രട്ട് വെപ്പൺ കൂടിയുണ്ട്. അതാണ് സ്റ്റെപ്പ് അപ്പ് SIP. ഇതെന്താണെന്നല്ലേ? സംഭവം സിമ്പിളാണ്. എല്ലാ വർഷവും നമുക്ക് ശമ്പളം കൂടുവല്ലോ. അപ്പോ നമ്മൾ നിക്ഷേപിക്കുന്ന തുകയും ഒരു ചെറിയ ശതമാനം അങ്ങ് വർദ്ധിപ്പിക്കുക. അരിന്തം തീരുമാനിച്ചത് വർഷം 10% കൂട്ടാനാണ്. അതായത് അടുത്ത വർഷം 6000 രൂപയുടെ SIP 6600 ആകും. ഈയൊരു ചെറിയ മാറ്റമാണ് സാധാരണ നിക്ഷേപത്തെ ഒരു റോക്കറ്റ് പോലെ മുകളിലേക്ക് കൊണ്ടുപോകുന്ന ടർബോ ചാർജർ. ഓക്കേ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് മാജിക്കാണ്. ഈ ചെറിയ സ്റ്റെപ്പുകൾ എങ്ങനെ കോടികളായി മാറുന്നു എന്നതിന്റെ മാജിക്. ലോകത്തിലെ 8ാമത്തെ അത്ഭുതം എന്ന് ഐൻസ്റ്റീൻ പറഞ്ഞ കോമ്പൗണ്ടിങ്ങിന്റെ പവർ എന്താണെന്ന് നമുക്ക് നേരിട്ട് കാണാം. അരിന്തത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് ജേർണി ഒന്ന് നോക്കൂ. 33-ാം വയസ്സിൽ തുടങ്ങിയ നിക്ഷേപം 10 വർഷം കഴിഞ്ഞ് 43 വയസ്സിൽ 23 ലക്ഷമായി. ഓക്കെ, നല്ലൊരു തുക. പക്ഷേ അടുത്ത 10 വർഷം കൊണ്ട്, അതായത് 53 വയസ്സിൽ അതെവിടേക്കാണ് എത്തിയതെന്ന് നോക്കിയേ. 1.62 കോടി രൂപ. വെറും 10 വർഷം കൊണ്ട് 23 ലക്ഷം, 1.5 കോടിക്ക് മുകളിലെത്തി. ഇനി ഫൈനൽ എമൗണ്ട് 60 വയസ്സിൽ റിട്ടയർ ചെയ്യുമ്പോൾ പ്രതീക്ഷിക്കുന്നത് 5.37 കോടി രൂപ. ഈ വളർച്ചയുടെ സ്പീഡ് കണ്ടോ? അവസാനത്തെ വെറും 7 വർഷം കൊണ്ടാണ് 1.62 കോടിയിൽ നിന്ന് 5.37 കോടിയിലേക്ക് എത്തുന്നത്. ഇതാണ് കോമ്പൗണ്ടിംഗ് മാജിക്. ഈ ചാർട്ട് കാണുമ്പോൾ ആ മാജിക് ഒന്നുകൂടി ക്ലിയർ ആവും. 27 വർഷം കൊണ്ട് അരിന്തം ആകെ ഇൻവെസ്റ്റ് ചെയ്ത തുകയാണ് ആ ഇടതുവശത്തെ ചെറിയ ബാർ. എന്നാൽ അതിൽ നിന്ന് കിട്ടിയ വളർച്ച, അതായത് റിട്ടേൺസ്, അതാണ് നടുവിലുള്ള ആ വലിയ ബാർ. നമ്മൾ മുടക്കിയ പൈസയുടെ എത്രയോ ഇരട്ടി. ഇവ രണ്ടും കൂടിച്ചേർന്നാണ് 5.37 കോടി എന്ന വലിയ തുകയായി മാറുന്നത്. അപ്പോ കാര്യം വ്യക്തല്ലേ? നമ്മൾ പണം സേവ് ചെയ്യുന്നതിനേക്കാൾ പ്രധാനം ആ പണം എങ്ങനെ വളരുന്നു എന്നതാണ്. അപ്പോ അരിന്തത്തിന്റെ കഥ നല്ലൊരു ഇൻസ്പിറേഷനാണല്ലേ? പക്ഷെ ഇൻസ്പിറേഷൻ മാത്രം പോരല്ലോ, നമ്മളും എന്തെങ്കിലും ചെയ്യണ്ടേ? ഇനി നമുക്ക് ഈ കഥയിൽ നിന്ന് കേരളത്തിലുള്ള നമുക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കാം. റെഡിയല്ലേ? വലിയ കാര്യങ്ങൾ ചെയ്യാനായി നാളേക്ക് മാറ്റിവെക്കരുത്. അരിന്തം 6000 രൂപയുടെ സിപ്പ് തുടങ്ങി. നിങ്ങൾക്ക് ചിലപ്പോ അത് പറ്റിയെന്ന് വരില്ല. സാരമില്ല, വെറും 1000 രൂപ വെച്ച് തുടങ്ങിക്കോളൂ. അല്ലെങ്കിൽ വേണ്ട, 500 രൂപ വെച്ച് തുടങ്ങൂ. ദിവസവും നമ്മൾ ചായ കുടിക്കാനും സ്നാക്സ് കഴിക്കാനും ചിലവാക്കുന്ന പൈസ മതി ഇതിന്. അദ്ദേഹം ടേം ഇൻഷുറൻസ് വാങ്ങി. നിങ്ങൾക്ക് സ്വന്തമായി ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ കമ്പനി എന്ത് ഇൻഷുറൻസ് തരുന്നുണ്ടെന്നൊന്ന് ചെക്ക് ചെയ്യുക. അരിന്തം ഒരു പ്ലാൻ ഉണ്ടാക്കി. നിങ്ങൾ ഇന്നൊരു പേപ്പർ എടുത്ത് നിങ്ങളുടെ ഒരു സാമ്പത്തിക ലക്ഷ്യം അതിലെഴുതി വെക്കൂ. ഒരു ചെറിയ തുടക്കം, അതാണ് ഏറ്റവും പ്രധാനം. അപ്പോ അരിന്തതിന്റെ കഥയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന 3 ഗോൾഡൻ റൂൾസ്. 1. ഇപ്പോൾ തന്നെ തുടങ്ങുക. എത്ര ചെറിയ തുകയാണെങ്കിലും. നാളെ എന്ന് പറഞ്ഞിരുന്നാൽ ആ നാളെ ഒരിക്കലും വരില്ല. 2. ആദ്യം കുടുംബത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുക. ഇൻഷുറൻസ് ഒരു നഷ്ടമല്ല, നമ്മുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റാണ്. 3. ക്ഷമയുണ്ടായിരിക്കണം, ഡിസിപ്ലിൻ വേണം. ഒറ്റ രാത്രി കൊണ്ടൊന്നും സംഭവിക്കില്ല. ഇതൊരു മാരത്തണാണ്, 100 മീറ്റർ ഓട്ടമല്ല. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് അരിന്തത്തെക്കുറിച്ചാണ്. ഇനി ആ വിഷയം വിടാം. ഇനി ചോദ്യം നിങ്ങളെക്കുറിച്ചാണ്, നിങ്ങളുടെ ഭാവിയെക്കുറിച്ച്. നിങ്ങളുടെ കഥ ഇന്ന് തുടങ്ങുകയാണ്. പ്രമുഖ ഫിനാൻഷ്യൽ ഇൻഫ്ലുവൻസറായ അങ്കുർ വാരിക്കു അരിന്തത്തിന്റെ പ്ലാൻ കണ്ടിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഓരോ വ്യക്തിയും നിങ്ങളെ ഒരു എക്സാമ്പിളാക്കി അവരുടെ ജീവിതം പ്ലാൻ ചെയ്യണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഇത് അരിന്തത്തിന് കിട്ടിയ ഒരു സർട്ടിഫിക്കറ്റാണ്. ഇത് തെളിയിക്കുന്നത് ഈ വഴി ആർക്കും തെരഞ്ഞെടുക്കാവുന്ന ഒന്നാണെന്നാണ്. അരിന്തം തന്റെ കഥ 33-ാം വയസ്സിൽ എഴുതാൻ തുടങ്ങി. അത് കോടികളുടെ ഒരു വിജയകഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ചോദ്യം നിങ്ങളോടാണ്. നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ കഥ, നിങ്ങളുടെ വിജയത്തിന്റെ കഥ നിങ്ങൾ എപ്പോഴാണ് എഴുതി തുടങ്ങുന്നത്?
അരിന്തത്തിന്റെ ഈ കഥ നിങ്ങൾക്കൊരു തീപ്പൊരി തന്നുവെങ്കിൽ തീർച്ചയായും ഇത് ലൈക്ക് ചെയ്യുക. നിങ്ങളെപ്പോലെ ഒരു സാധാരണ സുഹൃത്തിന് ഇതൊരു വഴിത്തിരിവായേക്കാം. അതുകൊണ്ട് അവർക്കിതൊന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. നിങ്ങളുടെ സ്വന്തം വിജയഗാഥ എഴുതാൻ സഹായിക്കുന്ന കൂടുതൽ വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത തവണ കാണാം. നന്ദി.